ഫിഫ ലോകകപ്പ് ആവേശത്തിന് വിസിൽ മുഴങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ വലിയൊരു അനിശ്ചിതത്വത്തിലാണ്. ജൂൺ 11 ആരംഭിക്കുന്ന ലോകകപ്പിന്റെ സംരക്ഷണാവകാശം ഇന്ത്യയിൽ ഇതുവരെ ആരും സ്വന്തമാക്കിയിട്ടില്ല എന്ന വാർത്ത കായിക പ്രേമികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം തത്സമയം കാണാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഓരോ ഫുട്ബോൾ പ്രേമിയും ഇപ്പോൾ ഉയർത്തുന്നത്. 2022 ഖത്തർ ലോകകപ്പിന് ലഭിച്ച വൻ ജനപ്രീതി കണക്കിലെടുത്ത് 2026, 2030 വർഷങ്ങളിലെ ടൂർണമെന്റുകൾക്കായി $10 കോടി ഫിഫ ആദ്യം ആവശ്യപ്പെട്ടത്. അന്ന് ഏകദേശം 574 കോടി രൂപയ്ക്കാണ് വൈക്കോം 80 സംരക്ഷണാവകാശം സ്വന്തമാക്കിയിരുന്നത്. രാജ്യത്താകെ 16 കോടി ആളുകൾ ഡിജിറ്റൽ ടെലിവിഷൻ പ്ലാറ്റ്ഫോമുകളിലൂടെ കളി കണ്ടതായാണ് കണക്ക്. എന്നാൽ ഇത്തവണ ജിയോ സ്റ്റാർ, സോണി തുടങ്ങിയ വമ്പൻ കമ്പനികൾ വൻതുക മുടക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഫിഫ ഈ തുക 6.5 കോടിയിലേക്കും പിന്നീട് 3.5 കോടി ഡോളറിലേക്ക് വരെ താഴ്ത്തിയെങ്കിലും വിപണിയിൽ അനുകൂലമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. വൈക്കോം 80യും സ്റ്റാർ ഇന്ത്യയും ലയിച്ച് ജിയോ സ്റ്റാർ ആയതോടെ വിപണിയിൽ മത്സരം കുറഞ്ഞത് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിലവിൽ പ്രമുഖ സ്വകാര്യ ചാനലുകൾ വിമുഖത കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൂരദർശനിലൂടെ മത്സരങ്ങൾ സംരക്ഷണം ചെയ്യാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. ഇതിനായി ദൂരദർശൻ താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കൂടാതെ സ്വന്തം ഫീഡ് ഉപയോഗിച്ച് ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയോ ഫിഫ പ്ലസ് പ്ലാറ്റ്ഫോമിലൂടെയോ നേരിട്ട് കളി കാണിക്കാനുള്ള ബദൽ മാർഗങ്ങളും ഫിഫ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഫുട്ബോൾ വിപണിയുടെ വലിയ സാധ്യതകൾ ഫിഫയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആരാധകരെ നിരാശരാക്കാതെ ലോകകപ്പ് കിക്ക് ഓഫിന് മുമ്പ് തന്നെ സംരക്ഷണ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മെസ്സിയും നെയ്മറും എംബാപ്പയും അടങ്ങുന്ന ലോകോത്തര താരങ്ങളുടെ പോരാട്ടം ഇന്ത്യൻ സ്വീകരണ മുറികളിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സംരക്ഷണാവകാശ തുകയിൽ ഇനിയും വിട്ടുവീഴ്ചകൾ ഉണ്ടായേക്കുമെന്നും സൂചനകളുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ചിത്രം തെളിയും.